ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലായിലാണ്. നമുക്കറിയാം, പാലായിൽ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ മെയിൻ റോഡിലേക്ക്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങുന്ന റോഡിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം നിങ്ങളെ ഒന്ന് ഈ പാലായിൽ ഹൈവേ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതിമനോഹരമായ റോഡാണ്. ഇതുണ്ട്, ഈ റോഡിന് നമ്മുടെ പാലാ ടൗണിൽ നിന്ന് തിരിഞ്ഞ് കയറുമ്പോഴെല്ലാം അവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ്. ഇത് പാലായം തൊടുപുഴയ്ക്ക് പോകുന്ന റോഡാണ്. ഞാൻ ഇവിടെ നിർത്തിയിട്ട് കാണിക്കാമേ. അതിമനോഹരമായ കണ്ടോ, ഒറ്റ നീളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഒറ്റ ലെവലിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാം, ആ സൈഡ് നമുക്ക് നോക്കുമ്പോൾ കാണാം, വളരെ വലിയൊരു ഇറക്കം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഇറക്കമാണ്. പിന്നെ ഇറക്കമായിട്ട് പിന്നെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെയും കയറ്റമായി. അതുപോലെ തന്നെയാണ് ഇപ്പുറ സൈഡും അതുപോലെ തന്നെയാണ്. കുറച്ച് നടക്കണം അങ്ങേ സൈഡിലേക്ക്. കയറ്റം കയറിയിട്ട് കുറച്ച് നടക്കേണ്ടി വരും. നടക്കുമ്പോൾ അങ്ങേ സൈഡും ഇപ്പം നമ്മൾ കാണിച്ച കൂട്ട് തന്നെയാണ് അപ്പുറ സൈഡും കാണാൻ സാധിക്കുന്നത്. ഈ റോഡ് നേരെ പോയാൽ കോട്ടയത്തിന്, ഈ ഇപ്പുറ സൈഡിലേക്ക് പോയാൽ കോട്ടയത്തിനും ചെല്ലും. നേരെ തൊടുപുഴയ്ക്കുമുള്ള റോഡാണത്. മുമ്പേ കണ്ട സൈഡും ഇപ്പുറം കണ്ട സൈഡും നോക്കിയാലും ഒരുപോലെയാണ് ഇരിക്കുന്നത്. കേട്ടോ, ഒറ്റ നീളത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു 3-4 ഒരു കയറ്റം ഇറക്കമായിട്ടുണ്ട്. ഈ പാലാ ടൗണിൻ്റെ ഇങ്ങേ സൈഡും വഴിയാണ് ഈ റോഡ് പോകുന്നത്. ടൗണിൽ കയറാൻ വേണ്ടി ചെറിയ റോഡ്, ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ റോഡുണ്ട്, ഈ റോഡിലോട്ട് കയറാൻ. അതുപോലെ നമുക്ക് ഈ റോഡിൽ നോക്കുമ്പോഴല്ലോ, ആ ടവറിൻ്റെ അതുവഴി കാറുകൾ പോകുന്നുണ്ടോ, ഇങ്ങനെ കണ്ടോ. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ വലിയൊരു ഇറക്കം ഇറങ്ങിയിട്ട് പിന്നെ കയറ്റം, വീണ്ടും ഒരു ഇറക്കം, വീണ്ടും ഒരു കയറ്റം, അങ്ങനെയാണ്. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നിരപ്പാവും. തൊടുപുഴയ്ക്കുള്ള റോഡാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായൊരു റോഡാണ് ഈ റോഡ്. ആരോടെയോ ചെരുപ്പ് കിടക്കുന്നു. ഇവിടെ ഒന്ന് നോക്കുന്നുണ്ടല്ലോ, നല്ല വ്യൂ ആയിരുന്നു, നല്ല ക്യാമറയാണ്. ഈ കാണുന്നതാണ് പാലാ ടൗണ്. ഇന്ന് ഞാൻ ചെന്നത് ഞായറാഴ്ച ആയതുകൊണ്ടല്ലോ, കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ചില കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ബംഗാളികളുടെ കുറേ വിൽക്കുന്ന കുറേ സാധനങ്ങൾ, അങ്ങനെ കുറേ ബംഗാളികളുടെ ഒരു കൂട്ടം തന്നെ അതുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഞായറാഴ്ച പൊതുവെ ആൾ കുറവാണ്, കടയെല്ലാം കുറവാണ്. ഇത് മാത്രമല്ല, കുറച്ച് ദൂരേക്കുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. പാലക്കാട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. പാലായുടെ തലയെടുപ്പെന്ന് തന്നെ പറയുന്നത് ഈ കാണുന്നതായ കുരിശുപള്ളിയാണ്. ഈ കണ്ടോ, അതിമനോഹരമായൊരു കുരിശുപള്ളിയാണ് ഈ കാണുന്നത്. പ്രത്യേകാൽ നമുക്കറിയാം, ഈ കുരിശുപള്ളി പാലാ ജോലിയൊക്കെ വരുമ്പോൾ ഈ കുരിശുപള്ളി വളരെ മനോഹരമാക്കും, നല്ല ആക്കിയിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ റോഡ് നമ്മൾ മുമ്പേ കണ്ടതായ റോഡിലേക്ക് ചാടുന്നതായ സൈഡും വഴിയുള്ള റോഡെല്ലാം അങ്ങോട്ട് നിന്ന് ചാടുന്ന റോഡുകളാണ്. ഈ കാണുന്നതാണ് മീനച്ചിലാറ്. പാലാ ടൗണിൻ്റെ സൈഡും വഴി നടുവിലൂടെ വന്നിട്ട് സൈഡും വഴി ഒഴുകുന്നതായ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇതുണ്ടോ, അതിമനോഹരമായൊരു ആറാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ ഇവിടെ വെള്ളം കയറി
ഇതിന് മണ്ടയെല്ലാം വെള്ളം കയറി, റോഡിലെല്ലാം വെള്ളമായി, അതുപോലെ കടകളിലെല്ലാം വെള്ളമായ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്ന പാലം കണ്ടോ? ഈ മുകളിൽ പാലത്തിൽ കൂടെ പോവുകയാണെങ്കിൽ നേരെ പൊൻകുന്നത്ത് ചെന്ന് ചാടും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മീനച്ചിലാറിൻ്റെ സൈഡും പോയിട്ടുള്ള റോഡിൽ കൂടെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പോകേണ്ടത് കൊടുങ്ങൂരിനാണ്. എൻ്റെ വീട് അവിടെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പോവാണ്. ഓക്കെ, ബൈ.